ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്യാർഡ് അപ്പൻഡിക്സ് സ്കൂൾ, നേവൽ ഡോക്യാർഡ്, മുംബൈയിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പൻഡിസ്ഷിപ്പാണ് പറയുന്നത്. അപ്പോൾ നിലവിലെ ട്രേഡും ഒഴിവുകളും നമുക്ക് നോക്കാം. ഇലക്ട്രീഷ്യൻ നിലവിൽ 40 വേക്കൻസി ഉണ്ട്. ഇലക്ട്രോ പ്ലേറ്റർ 1 വേക്കൻസി, ഫിറ്റർ 50 വേക്കൻസി, ഫോണ്ടറിമാൻ 1 വേക്കൻസി, മെക്കാനിക്ക് ഡീസൽ 35 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് 7 വേക്കൻസി, മെഷീനിസ്റ്റ് 13 വേക്കൻസി, MMTM 13 വേക്കൻസി, പെയിൻറ്റർ 9 വേക്കൻസി, പാറ്റേൺ മേക്കർ 2 വേക്കൻസി, പൈപ്പ് ഫിറ്റർ 13 വേക്കൻസി, ഇലക്ട്രോണിക്സ് മെക്കാനിക് 26 വേക്കൻസി, മെക്കാനിക് RF ആൻഡ് AC 7 വേക്കൻസി, ഷീറ്റ് മെറ്റൽ വർക്കർ 3 വേക്കൻസി, ഷിപ്പ് റൈറ്റ് 18 വേക്കൻസി, ടൈലർ 3 വേക്കൻസി, വെൽഡർ 20 വേക്കൻസി, മേസൺ 8 വേക്കൻസി, INCTSM 3 വേക്കൻസി, ഷിപ്പ് റൈറ്റ് 18 വേക്കൻസി. ഇതൊക്കെ 1 വർഷത്തെ അപ്രന്റീസ് ട്രെയിനിങ് നൽകുന്ന കോഴ്സുകളാണ്. അതുപോലെ തന്നെ 2 വർഷത്തേക്കുള്ള ട്രെയിനിങ് നൽകുന്നത് റിഗർ 12 വേക്കൻസി, ഫോർഗറ്റ് ആൻഡ് ഹീറ്റ് ട്രേറ്റർ 1 വേക്കൻസി. അങ്ങനെ നിലവിൽ 301 വേക്കൻസിയാണ് മൊത്തം പറയുന്നത്. അപ്പോൾ റിസർവേഷൻകാർക്ക് ഇതിനായിട്ടുള്ള വയസ്സിളവ് ഇട്ടിട്ടുണ്ട്. 14 മുതൽ 18 വയസ്സ് വരെയാണ് ഇത് പറയുന്നത്. ട്രെയിനിങ്ങിൻ്റെ പ്രായപരിധി പറയുന്നത്. അതുപോലെ തന്നെ ട്രേഡും ക്വാളിഫിക്കേഷൻ നോക്കാം. ITA ട്രേഡേഴ്സ് NCVT സർട്ടിഫിക്കറ്റ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ അത് 1 വർഷത്തെ ട്രെയിനിങ് ഉള്ള ഇതിന് പറയുന്നത് ITA പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 2 വർഷത്തെ ട്രെയിനിങ്ങിന് റിഗർ ആൻഡ് ഫോട്ടർ ഹീറ്റർ ട്രെയിനർ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പാസ്സായാൽ മതിയായിരിക്കും. അപ്പോൾ ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. SC ST അതുപോലെ മറ്റ് സംരംഭങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സാമിൻ്റെ കാര്യം പറയുന്നത് ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റിൻ്റെയും അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ നിയമനം നടത്തുന്നത്. അപ്പോൾ വിശദമായ ഡീറ്റെയിൽസ് ഔദ്യോഗിക നോട്ടിഫിക്കേഷനിലുണ്ട്. നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അപ്രന്റീസ്ഷിപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരും ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരും അപ്ലൈ ചെയ്യുക. വിശദമായ വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അവരുടെ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനത്തിനും ചാൻസ് ഉള്ളതായിരിക്കും. അപ്പം ഈ യോഗ്യതയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരേക്കും ബൈ.